നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു KSRTC ഡ്രൈവർ യദു. മലയാളി വാർത്തയോടൊക്കെ പല തവണ ഈ യദു സംസാരിക്കുമ്പോൾ പറയുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെയാണ് എൻ്റെ മേലേക്ക് കുതിര കയറിക്കൊണ്ടുവന്നത്. അവര് സംസാരിച്ച് പോലീസൊക്കെ വന്ന സമയത്താണ് അയ്യോ അതൊരു മേയറായിരുന്നു എന്ന് പോലും ഞാൻ അറിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾ നിറയെ യദുവിന്റെ വാർത്തകളാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായിട്ടുള്ള തിരിച്ചടിയുടെ ഭാഗമായിട്ടാണോ എല്ലാവരും യദുവിന്റെ പിന്നാലെ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പോക്കാണോ യദുവിന്റെ പിന്നാലെ, അല്ലെങ്കിൽ മേയർക്ക് എന്തെങ്കിലും പണി വരുന്നുണ്ടോ? എന്താണ് സംഭവം? മേയർക്ക് നല്ല ഉഗ്രൻ പണി വരുന്നുണ്ട്. കാരണം വീണ്ടും യദു വിടാത്ത ഒരു പോരാട്ടം എന്ന് പറഞ്ഞില്ലയോ, അതുപോലെ യദു വീണ്ടും ഹർജി സമർപ്പിച്ചു. ഇപ്പോൾ ആര്യയ്ക്കും ആര്യയുടെ ഭർത്താവിനും സഹോദരനും ഒക്കെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പം നേരത്തെ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിക്ക് സമർപ്പിച്ചത് തിരുത്തി കുറിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും അന്വേഷണം നടത്തണം എന്നുള്ള രീതിയിലേക്ക് വന്നു. ഈ ഒരു യദുവിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യദു ഒരു സാധാരണ KSRTC ബസ് ഡ്രൈവർ. ഈ പറയുന്നതാണ് അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് ഇത്ര മണിക്കൂറിനകത്ത് ഓടിയെത്തണം, ഇങ്ങനെയൊക്കെയുണ്ട്. ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ വയറ്റിപ്പിഴപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭം പാളയം എനിക്കൊന്ന് സാഫല്യം കോംപ്ലക്സിൽ അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആര്യയും ആര്യയുടെ ഭർത്താവും നമ്മുടെ രാജകുമാരിയൊക്കെ വരുന്നത് പോലെ ഇങ്ങോട്ട് വരുന്നു. ഈ പറയുന്നത് പോലെ ഇവർക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഇത് ചെയ്തു കൊടുക്കുന്ന അങ്ങനെ ക്ലാഷ് ആവുന്നു. ഇവർ കൊടുത്തിരിക്കുന്ന പരാതി യദു ലൈംഗിക ചുവയുള്ള ആംഗ്യ ഭാഷ കാണിച്ചു എന്നുള്ളത് നമുക്കതറിയില്ല. അതിനുള്ള തെളിവുകൾ ഇതുവരെ കോടതി കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാത്തടത്തോളം കാലം യദു കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് അവർ പറയുന്നതാണ്. അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കും. പക്ഷേ ഒപ്പം യദു ഒരു പരാതി കൊടുത്തിരുന്നു. ഈ തൻ്റെ ഈ കൃത്യനിർവഹണത്തിന് തടസ്സമായി വന്നു എന്നുള്ളത്. ഒരു KSRTC ബസ് തടയാനും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പറയുന്ന മേയർക്കോ MLA-ക്കോ ഒന്നും ആർക്കും ഒരു ഇതില്ല. കാരണം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തെളിവ് സഹിതം ഈ പറയുന്നത് പോലെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് മന്ത്രിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കോടതിക്ക് സമക്ഷം പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. അല്ലാതെ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് എന്നെ കടത്തി വിടണം, ഞാൻ രാജ്ഞിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിനാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റാണ്. അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനും ആര്യയുടെ ഭർത്താവും ആരാണ്? ഗവൺമെൻറ് സർവൻസ്, സർക്കാർ സർവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളെ സേവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ എല്ലാവരും തുല്യരാണ്. അപ്പോൾ അതിൽ ഉയർന്നവരെന്നോ താഴ്ന്നവരൊന്നുമില്ല. മേയർ ആയതുകൊണ്ട് MLA ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പരിഗണന അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലൊരു പാവം പിടിച്ചവൻ്റെ കഞ്ഞൂടെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സാധാരണ കുടുംബത്തിലൊരു വ്യക്തിയാണ്. എന്ത് ചെയ്തു? ഈ പറയുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഇപ്പോൾ ആകെപ്പാടെ വല്ലാത്ത ബുദ്ധിമുട്ടില്ല. അവസാനം കേസ് വന്നപ്പോൾ എന്തായി? ബൂമറാങ് പോലെ യദുവിന് തന്നെ പണി കിട്ടുന്ന തരത്തിലാണ്. കാരണം ആരെയും ഭർത്താവും ഇതിലൊന്നുമില്ല, അവർ പാവങ്ങളാണ്, അയ്യോ അവർ ഇതിലില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു. യദുവിന് മാത്രമായിട്ട് കേസ് വരുന്നു, ലൈംഗിക ചുവയുള്ള ആംഗ്യ ഭാഷ കാണിച്ചു എന്നുള്ളത്. അപ്പം ആര്യയുടെ ഈ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP ഇപ്പോൾ അധികാരത്തിലെത്തുന്നത്. ഈ സത്യം പറഞ്ഞാൽ ആര്യ മേയറായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് BJP ആണ്. കാരണം അവർക്കാണ് ലോട്ടറി അടിച്ചത്. കാരണം ആര്യ പോലുള്ള ഒരു വ്യക്തിയെ നിർത്തിയതുകൊണ്ടാണ് BJPക്ക് തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ പറ്റിയത്. കുറച്ച് CPM-ൻ്റെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി എങ്ങാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്തതിന് ടാസ്ക്കായിരുന്നു BJP. ആര്യ പോലുള്ള ധാർഷ്ട്യം പിടിച്ച, ഇത്രയും അഹങ്കാരം പിടിച്ച ഒരു മേയറെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വെച്ച്, പക്ഷെ ആരോടും മുതിർന്നവരെന്നില്ല, ആരോടും ഒരു അഹങ്കാരമുള്ള രീതിയിലാണ് സംസാരിക്കുക, ഇടപെടുകയും. ഞാനെന്തോ വലിയ ഇതാണെന്നുള്ളത് മുടവൻ മുകളിലൊക്കെ ചെന്ന ആര്യയുടെ പേര് ചിലപ്പോൾ പറഞ്ഞാൽ അടി കിട്ടും, അത്തരത്തിലാണ്. അപ്പം മുടവൻ മുകളിലെ ചില സാധാരണ വീട്ടമ്മമാരൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആര്യയുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അമ്മ ഉൾപ്പെടെ ഈ പറയുന്നോണം എന്താണ് കടക്ക് പുറത്തുനിന്നുള്ളൊരു നിലപാടാണ്. അപ്പോൾ ജനം വെറുത്തു. മുടവൻ മുകളിൽ ഇപ്പോൾ വീണ്ടും CPM ജയിച്ചത് ആര്യയുടെ ഇതുകൊണ്ടല്ല, പണ്ട് മുതലേ CPM കോട്ടയായിരുന്നു. ഒപ്പം തന്നെ അവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്, സ്ഥാനാർത്ഥികളുണ്ട്. അവർ ആ നാട്ടിൽ കൊടുത്ത ചില നന്മകൾ അതോർത്ത് മാത്രമാണ് അവിടെ വോട്ട് കുത്തി ജയിച്ചത്. ഈ പറഞ്ഞതുപോലെ ഇനി ആര്യ ഒന്നുകൂടി മുഴുവൻ മോള് നിർത്തിയാൽ ചിലപ്പോൾ വീട്ടിലെ അമ്മയുടെ വോട്ട് മാത്രമേ കിട്ടൂ, വേറെ ആരുടെയും കിട്ടാൻ സാധ്യതയില്ല. മാത്രമല്ല എന്തിനാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യ മേയർ, തലസ്ഥാനത്തെ മേയർ, ഈ കുഞ്ഞു മേയറൂട്ടിയെ വേണ്ടേ CPM ഏറ്റവും അധികം കൊണ്ടുവന്ന് നിർത്തി പ്രചരിപ്പിക്കണേ? എന്താ നിർത്താത്തത്? CPM നന്നായിട്ട് അറിയാം 10 വോട്ട് കിട്ടേണ്ടടുത്ത് 20 വോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് CPM ആര്യയെ പുറത്തിറക്കാത്തത്. കാരണം നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ പാർട്ടി ഒരു സ്ഥാനം നൽകി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനായാലും ആര്യയ്ക്കാണെങ്കിൽ ഇവർക്കൊക്കെ ഓരോ സ്ഥാനം കൊടുക്കും. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ഈ സ്ഥാനം കൊടുക്കും. അത് നല്ല രീതിയിൽ അവർ കൊണ്ടുപോകുന്നുണ്ടോ
ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും പാർട്ടി വിലയിരുത്തും. ഇവർക്ക് ആര്യയുടെ പുറകെ നടക്കാൻ CPM എന്നും എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചുകൊണ്ട് വരും. അപ്പം പക്ഷേ അന്ന് ആര്യയെ ഈ പറഞ്ഞ ഒരു കവചമായിട്ട് പാർട്ടി നിന്നിരുന്നു. പക്ഷേ എന്ന് മേയർ എന്ന് പറയുന്ന സ്ഥാനം ഇറങ്ങി ആര്യയെ പാർട്ടി എന്ത് പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. കാരണം പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാം ഇവരെയും കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്നുള്ളത്, ഇവർ കാരണം പണിയാണെന്നുള്ളത്. അപ്പം പക്ഷേ അന്ന് ഈ പറയുന്ന കവചമായിട്ട് നിൽക്കുന്നത് ആര്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, പാർട്ടിക്ക് പ്രോബ്ലം ഉണ്ടാകാൻ. അത് ഈ ഓരോ രാഷ്ട്രീയ നേതാക്കളും വിചാരിച്ചാൽ കൊള്ളാം. ആരും ഒരു പാർട്ടിയും താങ്ങത്തില്ല, പാർട്ടി അനുഭാവികൾ താങ്ങത്തില്ല. അവർക്കറിയാം ഇവരെയൊക്കെ എങ്ങനെ നിലനിർത്തണമെന്നുള്ളത്. അപ്പം ചിലപ്പോൾ ഒരു സ്ഥാനത്ത് MLA മന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യും, പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ. പക്ഷേ അവരുടെ ഒരു സ്ഥാനം പോയതിന് ശേഷം പിന്നെ പാർട്ടി ഇവരെ താങ്ങത്തൊന്നുമില്ല, ഇടിച്ച് താഴോട്ട് ഇടത്തുള്ളൂ. ആരും ഇനി അടുത്ത് കോഴിക്കോടേക്ക് പോയേക്കൊന്ന് അങ്ങേരുടെ അധോഗതി, അടുത്ത MLA സ്ഥാനത്ത് മത്സരിക്കായിരുന്ന അങ്ങേര് രക്ഷപ്പെട്ടു. കാരണം ഇവർക്ക് ഇവരുടെ ധാർഷ്ട്യം ആദ്യം മാറ്റി വെക്കണം. ഇവരുടെ ധാർഷ്ട്യം മാറ്റി വെച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി സാധാരണ ഒരു സ്ത്രീയായിട്ട് ആദ്യം പ്രവർത്തിക്കട്ടെ, എന്നിട്ട് വേണം ബാക്കിയുള്ള വലിയ വലിയ ഇത് ഓടിക്കൊണ്ടുവന്ന് മറ്റേ മേയറിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ച് SFI ഇതിൽ നിന്നല്ലേ നേരെ അങ്ങ് പോയത്. DYFI പോലും അധികം പ്രവർത്തനമില്ല, നേരെ ഇതിൽ ചെന്നപ്പോഴത്തേനും എന്തോ വലിയ ഇത് കിട്ടിയ ഒരു ഇതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആര്യയുടെ മുമ്പിൽ മാധ്യമങ്ങൾ ചെന്നാൽ തന്നെ ഒരു പുച്ഛഭാവമാണ്. ആര്യയുടെ ശരീരഭാഷ ശ്രദ്ധിച്ചറിയാം, ഒരു വല്ലാത്ത ചിരി, നീയൊക്കെ അവിടെ കിടന്ന് പോരാ. അതേപോലെ തന്നെ കൗൺസിലർമാരുടെ യോഗമൊക്കെ നടക്കുമ്പം ആര്യയ്ക്കൊരു പുച്ഛഭാവമാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഇത് തൽക്കാലത്തേക്ക് നിർത്തി വെക്കുക, അല്ലെങ്കിൽ അവരെയും കൂടെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് ഇതൊന്നുമല്ല. ഒരു നീയൊക്കെ കിടന്ന് കുറയ്ക്കും, ഞാനിവിടെ എൻ്റെ കാര്യം തീരുമാനിക്കും, നിന്നെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു. അവരുടെ ഇഷ്ടത്തിനാണ് ആ ഒരു കോർപ്പറേഷൻ ഭരിച്ചത്. ഇപ്പം എന്തായി, പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് മറ്റേ മാളിക മുകളേറിയ മന്നൻ്റെ തൊഴിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, മാറാപ്പും കയറ്റി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ, ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി ഓരോ രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കും. ഇപ്പം യദുവിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ അത് കോലാഹലം സൃഷ്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ കൊണ്ടൊന്നും വളഞ്ഞിട്ടില്ല, സിനിമ സ്റ്റൈലിൽ കൊണ്ടുവന്ന് ഭാര്യയും ഭർത്താവും കൂടെ വളഞ്ഞിട്ട് പിടിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? അതുകൊണ്ടല്ലോ ഒരു പാവപ്പെട്ട ഒരാളുടെ ഈ പറയുന്ന ജോലിയും പോയി വീടും പട്ടിണിയിലായി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർക്കൊക്കെ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ആ മനുഷ്യൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ചത്. അതായത് ഇപ്പോൾ KSRTCയിലൊരു എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ KSRTCയുമായി ബന്ധപ്പെട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ വരുന്നു, അത് ഡീൽ ചെയ്യുന്നു, സംസാരിക്കുന്നു, പിന്നീട് മുന്നോട്ടുള്ള നിയമ നടപടികളൊക്കെ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ കുടുംബക്കാരും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, ഭർത്താവ് ഉൾപ്പെടെ സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ചെന്ന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായതിൻ്റെ മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തിയിട്ടുണ്ട് ഒരു CPM നേതാവ്. അദ്ദേഹം കയറി ബസ്സിനകത്ത് ഇരിക്കുന്നു, പിന്നീട് നേരിട്ട് യദുവായിട്ട് സംസാരിക്കുന്നു, ബഹളമാകുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം എങ്ങനെ അവിടെ എത്തി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല, ആരും അത് വല്ലാണ്ട് സംസാരിക്കുന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം യദു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മളോടത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ എന്ന് പറയാനാകെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ് ബസ്സിൻ്റെ അകത്തുണ്ടായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ. പക്ഷേ യദുവിൻ്റെ മുഴുവനായിട്ടുള്ള വിഷ്വലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എങ്കിൽ പോലും ഇവർ കയറി വരുന്നതിൻ്റെ, അതായത് ഈ CPM നേതാവ് കയറി വരുന്നതിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ കിട്ടാനുള്ള ഒരു സോഴ്സ് ആയിരുന്നു അത്. പക്ഷേ ആ മെമ്മറി കാർഡ് എവിടെയെന്ന് അറിയില്ല. അല്ല, അതിൽ നമുക്കറിയാലോ ഒരു അട്ടിമറി ഉണ്ടായിരുന്നു, വലിയൊരു തെളിവ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് യദു പറയുന്നത്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഇല്ലാതാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ എത്രമാത്രം നിയമ പോരാട്ടം നടത്താൻ പറ്റും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് യദു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വർഷങ്ങളായിട്ട് യദു ഇതിന് പിറകെ തന്നെയാണ്. ഒരുപാട് സൈബർ ബുള്ളിങ്ങുകളുണ്ട്. യദു പോലും സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ തോന്നും അദ്ദേഹത്തിന് ഉള്ളിലൊരു ഭയം ഉണ്ടോയെന്ന്. ചില സമയത്ത് ക്യാമറകൾക്ക് മുന്നിലില്ലെങ്കിൽ പോലും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇത്ര നാൾ എണ്ണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് യദു പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും നിയമത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, എന്നല്ലെങ്കിൽ നാളെ തെളിയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. മേയറിൻ്റെ ഭർത്താവുണ്ട്, ഇവരൊക്കെ യദുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് കോടതിയുടെ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ മേയറും സച്ചിൻ ദേവ് MLAയും ഒക്കെ 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് മേയർ സ്വന്തം സഹോദരനെ കരുവാക്കി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 1ാമത്തെ പ്രതി എന്ന് പറയുന്ന രീതിയിൽ മേയറുടെ സഹോദരനൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് ഈ KSRTC ഡ്രൈവർ മേയർ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ മേയർ എവിടെയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേസിൻ്റെ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ എങ്ങനെയെങ്കിലും മാറ്റി കുറിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് മേയറിനെ നിയമ നടപടിക്ക് മുന്നിൽ
കൊണ്ടുവരണം എന്നുള്ള തീരുമാനമാണ് യദുവിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ രണ്ടാമതും ഈ പറഞ്ഞ കോടതി ഉത്തരവിട്ടതിനനുസരിച്ച് ആരെയും ഭർത്താവിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലേക്കാണ് പോകുന്നത്. കാരണം കോടതിയിലാണ് ഇപ്പോൾ ജനത്തിന് ഒരു വിശ്വാസം, അല്ലാതെ മറ്റുള്ളവരിലൊന്നും വിശ്വാസമില്ല. കോടതി ഏതായാലും നീതി യദുവിന് കിട്ടട്ടെ. കാരണം അത്തരത്തിൽ കിട്ടുക തന്നെ. അങ്ങനെ ഒരു നീതി എന്ന് പറയുമ്പോൾ തെളിവ് അവിടെ. പക്ഷേ യദുവിൻ്റെ ഒരു പോരാട്ടത്തിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഈ പറയുന്ന CCTV ദൃശ്യങ്ങളടക്കം അവർ അതിൽ നിന്ന് കാണുവാനില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ മറയ്ക്കാനുള്ള ഇതാണ്. തീർച്ചയായിട്ടും ഈ ഒരു അഹങ്കാരത്തിന്, ധാർഷ്ട്യത്തിന് എന്തു തന്നെയാലും നീതി പാവം പയ്യന് കിട്ടട്ടെ.